എവിടെ നോക്കിയാലും ഒരു വർഷത്തെ വിസയാണ്. എന്താണ് അതിൻ്റെ ഒരു വസ്തുത? അതെ, തീർച്ചയായിട്ടും. ഇൻസ്റ്റഗ്രാം തുറന്ന ആഡാണ് ഒരു വർഷത്തെ വിസ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എൻക്വയറീസ് കിട്ടുന്നതാണെന്നുണ്ടെങ്കിലും, എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നതാണെന്നുണ്ടെങ്കിലും, കമ്പനിയിൽ വരുന്ന എൻക്വയറീസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം 1 ഇയർ വിസയുടെ കുറിച്ചാണ്. എന്താണ് അതിൻ്റെ ഒരു ശരിക്കുള്ള വസ്തുത? എന്താണ് ശരിക്കും? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇയർ വിസ എന്നുള്ളത് ഉള്ളതായിട്ടുള്ളൊരു കാര്യമാണ്. അത് GDRFയിൽ ഉള്ള കാര്യമാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഇടുന്നുണ്ട്, എല്ലാവർക്കും ചെയ്യാം, ജസ്റ്റ് ഒരു പാസ്പോർട്ടും ഫോട്ടോയും മതി എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റിമോട്ട്ലി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഒരു ഓഫീസ് സെറ്റപ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യേണ്ട, അവർക്ക് എങ്ങനെ പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് കൊടുക്കുന്ന ഒരു വിസയാണിത്. ഇതിന്റെ ക്രൈറ്റീരിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ $3,000 വേണം സാലറി. അതായത് ഒരു 3 ലക്ഷത്തോളം അടുത്ത് വരും. അതായത് സാലറി സർട്ടിഫിക്കറ്റ് വേണം, ഇൻഷുറൻസ്, വേൾഡ് വൈഡ് കവറേജ് ഉള്ള ഇൻഷുറൻസ് വേണം, അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വേണം, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം, ഈ സാലറി ട്രാൻസ്ഫർ പ്രൂഫ് ഉള്ളത്. ഇത്രയും ക്രൈറ്റീരിയകളെല്ലാം ഫുൾഫിൽ ആയവർക്ക് മാത്രമുള്ള ഒരു വിസയാണ് 1 ഇയർ വിസ എന്നുള്ളത്. ഇത്ര കോൺഫിഡന്റോട് കൂടി ഈ പരസ്യങ്ങൾ ചെയ്യുക എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്തായിരിക്കും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ ആൾക്കാർ ചെയ്യുന്നത് എനിക്കും അറിയത്തില്ല. ഫേക്ക് ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടായിരിക്കും. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയോ, നമ്മൾ സ്ഥിരം, ഞാൻ ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഒത്തിരി വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു കരിയറിൽ ഇങ്ങനൊരു വിസയെക്കുറിച്ച് ഞാൻ പണ്ടും കേട്ടിട്ടില്ല, ഇപ്പോഴും കേട്ടിട്ടില്ല. നമ്മൾ പല സോഴ്സിലും നമ്മൾ അന്വേഷിച്ചായിരുന്നു, എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം വളരെ ധൈര്യത്തിൽ അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനൊരു ഡൗട്ട് അടിച്ചു. കാരണം ഇത്രയും നമുക്ക് അറിയത്തില്ല, 1 വർഷത്തെ വിസയോ അറിയത്തില്ല. നമ്മൾ പല സോഴ്സിലും അന്വേഷിച്ചപ്പോഴും സെയിം ഇൻഫർമേഷൻ ആണുള്ളത്, ഇങ്ങനൊരു സ്ലോട്ട് ഇല്ല. അതെ, ആ പറയുന്ന വിസയല്ല. അതായത് ഈ വിസ പിന്നെ സാധാരണ ജോലി അന്വേഷിച്ചൊക്കെ വന്നിട്ട് മാറാൻ പറ്റുന്ന ഒരു വിസയാണോ? അല്ല. ഇത് ഇപ്പോൾ പ്രൊമോഷൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോബ് സീക്ക് ചെയ്യാം. അതെ, അല്ലാന്നുണ്ടെങ്കിൽ 1 ഇയർ ദുബായിലോട്ട് വന്ന് ജോലി അന്വേഷിക്കാം, അല്ലെങ്കിൽ ദുബായ് കാണാം, ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി അറിയാം, ദുബായിനെ കുറിച്ച് അറിയാനുള്ളൊരു വിസ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇത് പ്രൊമോഷൻ പോകുന്നത്. പക്ഷെ അത് അട്ടർ ഫേക്കാണ്. അതല്ല സംഭവം. നമുക്ക് ഒത്തിരി കേസസ്, ഇപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കേസസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വിസിറ്റ് വിസയിൽ ഇരിക്കുന്ന ആൾക്കാർ ഈ പ്രൊമോഷൻ കണ്ടിട്ട് ഈ പൈസയെ അടച്ച് അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാരുടെ വിസിറ്റ് വിസ എക്സ്പയർ ആയിട്ട് അബ്സ്കോണ്ട് ചെയ്ത കേസ് വരെ ഉണ്ട്. അതായത് ഇത് അപ്രൂവൽ വരുന്നില്ല, ഇതിൽ ഈ ഒരു വിസ വെച്ചിട്ട് ഫാമിലിനെ സ്പോൺസർ ചെയ്യാം. പക്ഷെ ഇതിന് ഇത്രയും റിക്വയർമെന്റ്സ് സ്ട്രിക്റ്റ് ആണ്. ഞാനിതുമായി ബന്ധപ്പെട്ട് GDRF വിളിച്ചു. GDRF എല്ലാവർക്കും വിളിക്കാവുന്നതാണ്, 800-511. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചാൽ തന്നെ ഈ ഒരു വിസ ഇല്ല എന്നൊരു പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ 1 ഇയർ വിസ, വെർച്വൽ വിസ എന്ന് ചോദിക്കുമ്പോൾ വെർച്വൽ വിസയുടെ സംഭവങ്ങൾ ഇങ്ങനെയാണെന്നും വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും തന്നെ ഇതിനെക്കുറിച്ച് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഇതുപോലെ 800-511 എന്ന GDRFയുടെ ദുബായ് GDRFയുടെ നമ്പറിലേക്ക് വിളിച്ചാലും മതി. അതെ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ഡോക്യുമെന്റ്സ് വെച്ച് ചെയ്യുന്ന കാര്യമാണ്. അതായത് ഇത്രയും ഡോക്യുമെന്റ്സ് എല്ലാം ഫേക്കാണ്. അപ്പോൾ ഇത് അറിഞ്ഞ്, അതായത് ഇത് ഗവൺമെൻറ് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വിസ ഹോൾഡേഴ്സിന് ഇഷ്യൂ ഉണ്ടാവും. അത് 100% ഷുവറാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ദുബായിലെ കാര്യങ്ങളെല്ലാം വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും അവെയർ ആയിരിക്കുക, ഇത് ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ പുതിയതായിട്ടൊരു കാര്യം വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തിട്ട്, ജസ്റ്റ് ഒരു ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വാക്ക് കേട്ട് അല്ലെങ്കിൽ ഒരു ആഡ് പോകുന്നത് കണ്ട് അതിൻ്റെ പിന്നാലെ പോവാതെ ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് അവെയർ ആയിരിക്കുക. പിന്നെ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനോടും കൂടി ചിലപ്പോൾ അവർക്കും അറിയത്തില്ലായിരിക്കും ഇതെന്താണ്. ചിലപ്പോൾ അവരും വിചാരിക്കണം ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത്. അപ്പോൾ ഈ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആണോ? കാരണം ഇത് ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അതെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ പൈസ സ്പെൻഡ് ചെയ്ത് നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇതും പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ, ഒത്തിരി ഹോപ്പോടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത്. എന്തായാലും ഈ ഒരു വിഷയം നിങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഒരു വിസ എന്നൊക്കെ പറയുന്നത് അതിനെ പണം കൊടുത്ത് പണം പോകുന്നത് മാത്രമല്ല കരിയറിനെ തന്നെ ചിലപ്പം ഒരുപക്ഷെ ബാധിച്ചേക്കാവുന്ന വിഷയങ്ങളാണ്.